വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയുടെ പരസ്യവാചകമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആ വിശ്വാസം പണമാകുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ചായപ്പൊടി, സോപ്പ്, ഇതൊക്കെ ഒരു പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ അതേ ബ്രാൻഡ് തന്നെ ആയിരിക്കും വാങ്ങി ഉപയോഗിക്കുന്നത്, അല്ലെ? നിങ്ങൾ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നവർ വർഷങ്ങളായിട്ട് കോൾഗേറ്റിന്റെ പേസ്റ്റ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഡോവ് സോപ്പ് ഉപയോഗിക്കുന്നവർ ഡോവിന്റെ സോപ്പ് തന്നെ ആയിരിക്കും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ കമ്പനികളുടെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന് മുകളിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്രയധികം വിശ്വസിക്കുന്ന ഈ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൺമുന്നിലൂടെ നഷ്ടമാകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. പലർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ തല പുകയുന്ന ചാർട്ടുകളും നമ്പറുകളും ഒക്കെ നിറഞ്ഞ ഒരു ലോകമാണ്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ അടുക്കളയിലും ബാത്റൂമിലും വരെ നല്ല കിടിലൻ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളെ പോലെ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം എന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ കോടികളുടെ വാല്യൂ ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വെറും ബ്രാൻഡുകളെ കുറിച്ചല്ല, ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ട്രസ്റ്റിനെ ഒരു ഇൻവെസ്റ്റർ എങ്ങനെ പണമാക്കി മാറ്റുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയിലൂടെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കാം.